10 സെൻറ്റ് സ്ഥലം പെർ സെൻറ്റിന് പാർട്ടി ചോദിക്കുന്നത് 5,90,000 രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അതായത് ഈ പറയുന്ന റോഡ് ഫ്രണ്ടേജ്, കറക്റ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഫ്രോഡ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇത് വരുന്നത് സ്ഥലം വരുന്നത് നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ടോ, ഒരു കട റൂമും കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കട റൂം യൂസ് ചെയ്യാം. ഇനി അതല്ല കട റൂം പൊളിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആ റോഡ് ഫ്രണ്ടേജ് കറക്റ്റായിട്ട് വീടിൻ്റെ അകത്തേക്ക് കിട്ടുക. കാണുന്ന ഫ്രെയിൽ വരുന്ന റോഡ് ഫ്രണ്ടേജാണ്. അതായത് മെയിനായിട്ട് വരുന്ന കാഞ്ഞൂര് പാറപ്പുറം, വല്ലം പാറപ്പുറത്തേക്ക് പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ഫ്രണ്ടിൽ കാണുന്ന കട റൂം നടത്തി അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗം കൂടിയാണ്. നമുക്കവിടെ 2 കോംപ്ലക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ കട റൂം കാര്യങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിലും നമുക്ക് റൂം എടുത്തതിന് ശേഷം വാടകയ്ക്ക് കൊടുക്കാം. അതിൻ്റെ ബാക്കിലാണ് ഈ കാണുന്ന സ്ഥലം തൊട്ട്. അപ്പോൾ ഈ കട റൂം തൊട്ടാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത്. 10.5 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ, ഈ റോഡാണ് വരുന്നത്. നല്ല വീതി കൂടിയ റോഡാണ് വരുന്നത്. അപ്പോൾ ഈ കട റൂം ഈ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഇനി അതല്ല എൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ 1-2 റൂം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു റൂം കൂടി എടുത്തതിന് ശേഷം സിമ്പിളായിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. സൈഡിലൂടെയാണെങ്കിൽ 10-12 അടി വീതിയിലൊരു വഴിയും നമുക്ക് ഈ പറഞ്ഞ പ്ലോട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, അത്രയും വീതി കൂടിയ വഴിയാണ് വരുന്നത്. അതായത് പാറപ്പുറം, അതായത് നേരെ വല്ലം പാറപ്പുറത്തേക്ക് കയറുന്ന മെയിൻ വഴിയാണ്. പാറപ്പുറം വല്ലം മെയിൻ പുതിയ വഴിയാണ് വന്നിരിക്കുന്നത്. ആ മെയിൻ വഴിയിൽ നിന്നും നേരെ റോഡ് ഫ്രണ്ടേജ് കിടക്കുന്ന പ്ലോട്ടാണ് നമ്മൾ ഈ കാണിച്ചത്. അപ്പോൾ 10.5 സെൻറ്റ് സ്ഥലം പാർട്ടി ചോദിക്കുന്നത് 5,90,000 ഒരു സെൻറ്റിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിലേക്ക് ഇറക്കുകയാണെങ്കിൽ വീട് വയ്ക്കാം. ഇനി അതല്ല ആ പ്രോപ്പർട്ടി, അതായത് ഈ കട റൂമിനെ പൊളിച്ച് കളയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബാക്കിലേക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി വീട് വയ്ക്കാനും പറ്റും. ഇനി അതല്ല ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ആലുവയിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നിസ്സാര ദൂരം മാത്രമാണ് വരുന്നത്. ഏകദേശം 8 കിലോമീറ്റർ മാത്രമാണ് ആലുവയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു 9 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. പുതിയ വല്ലം പാറപ്പുറം, അതായത് വല്ലം പാറപ്പുറം പാലം വന്നതിന് ശേഷം അതിലൂടെ നമുക്ക് നേരെ വല്ലത്തേക്ക് ക്രോസ് ചെയ്യാം. അവിടെ നിന്ന് പെരുമ്പാവൂർക്ക് പോയി കഴിഞ്ഞാൽ വെറും 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് പെരുമ്പാവൂർക്ക് വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഏരിയ, ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളുള്ള ഏരിയ. അന്ന് റോഡ് ഫ്രണ്ടേജായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ റോഡ് ഫ്രണ്ടേജായിട്ട് നമുക്ക് പ്രോപ്പർട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ പ്ലോട്ടുകളാണെങ്കിലും വീടുകളാണെങ്കിൽ വിറ്റ് പോയതിന് ശേഷമായിരിക്കും അറിയുക. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അതുമാത്രമല്ല, ഇതുപോലുള്ള വീടുകളോ പ്ലോട്ടുകളോ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time